ആ എന്താ മോളെ? അതെ, അച്ഛനും നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നാ തോന്നണേ. അതെങ്ങനെ അറിയാം? അറിയില്ല, പെട്ടെന്ന് എല്ലാരും കല്യാണം ആലോചിക്കാൻ തുടങ്ങി. എന്നെ കണ്ട നിന്റെ അച്ഛൻ ഇഷ്ടാവൂടി പെണ്ണേ. ഇഷ്ടപ്പെടും, ബട്ട് നീ പെട്ടെന്ന് മുന്നിൽ വന്ന് നിങ്ങളുടെ മോളെ എനിക്ക് ഇഷ്ടം പറഞ്ഞ അച്ഛൻ എന്ത് വിചാരിക്കും? എന്താകാനാ, ഒരു നല്ല ചെറുക്കനെ കിട്ടിയെന്നോർത്ത് സന്തോഷിക്കും. വേഷം കെട്ട് കാണിക്കില്ലേ? പറയുന്നോന്ന് കേക്ക്, നീ വരണ്ട. എന്നാ ശരി, വിട്ടേക്ക്, ഞാൻ വരുന്നില്ല. നീ തന്നെ സംസാരിക്ക്. ആരാ? പ്രിയ ഉണ്ടോ? നിങ്ങളാരാ? ജീവ, പ്രിയയുടെ ഫ്രണ്ടാ. ഓ, കം. അതെ. ആ, കുടിക്കാൻ എന്താ വേണ്ടത്? കാപ്പിയോ ചായയോ? ജ്യൂസ് ഉണ്ടെങ്കിൽ മതി. ജ്യൂസ് കൊണ്ടുപോവാ. ആ മോളെ, പ്രിയടുത്ത് പോയി ജീവ കാണാൻ വന്നിരിക്കുന്നു. ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നേ. ഓ, അങ്ങനെയാണോ? ഇരിക്കെ, ഞാനിപ്പോ വരാം. ചേച്ചി, ചേച്ചി കാണാൻ ജീവ എന്ന് പറയുന്ന ഒരാൾ വന്നിരിക്കുന്നു. എന്താ കാര്യം പറഞ്ഞോ? കുഴപ്പമൊന്നുമില്ല, എന്താന്ന് വെച്ചാ പറഞ്ഞോ. അല്ല, അത് ഹായ് ജീവ. ഹായ്. എന്തൊക്കെയുണ്ട്? ഫൈൻ. ആ അച്ഛാ, സുധയുടെ ഫ്രണ്ടാ. കഴിഞ്ഞ മാസം അവളുടെ കല്യാണത്തിന് പോയപ്പോ പരിചയപ്പെട്ടതാ. എന്താ എന്താ പ്രിയ? ഞാനിപ്പോ ഒരാച്ചാ, നിങ്ങൾ സംസാരിച്ചിരിക്കേ. പറഞ്ഞോ, ക്രിമിനലോ സിവിലോ? രണ്ടുമല്ല സാറേ. പിന്നെ ഒരു മിനിറ്റ്. ഹലോ, പറയ രവി. എടാ പൊട്ടാ, നിന്നോടല്ലേ ഞാനിവിടെ വരണ്ടാന്ന് പറഞ്ഞേ. നീ എന്തിനാ പേടിക്കുന്നേ? പ്ലീസ് ടാ, അച്ഛനോട് നമ്മുടെ കാര്യങ്ങളൊന്നും പറഞ്ഞേക്കല്ലേ. സാറേ, ഒരു ലാൻഡ് ഇഷ്ടമായി, അഡ്വാൻസ് കൊടുക്കാന്ന് പറഞ്ഞ ഫ്രണ്ട് വേണ്ടെന്ന് പറയാ. അയ്യോ, ഇഷ്ടപ്പെട്ട അഡ്വാൻസ് കൊടുത്തേക്കണം, ഇല്ലെങ്കിലേ കൈമാറിപ്പോവും. ആ, പറഞ്ഞു കേട്ടില്ലേ? സാറും പറഞ്ഞു കൈമാറിപ്പോന്ന്. ഏയ് ജീവ പ്ലീസ് ടാ, ഞാൻ പറയണ കേക്കില്ലേ, എന്റെ പൊന്നല്ലേ. ശരി, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കേ ഓക്കെ, ബൈ. എന്റെ അമ്മേ, ഇവന് സമ്മതിച്ചു. ഫസ്റ്റ് പ്രിയ പ്രപ്പോസ് ചെയ്ത് ചോദിച്ചു നോക്ക്, അല്ലേ? താങ്ക്സ് ആൻറ്റി. പ്രിയ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതോ ചെറുക്കനെ നോക്കുന്നു പറഞ്ഞു. അതാ നേരിട്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത്. ഇപ്പൊ കണ്ടോ, എന്നെ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? നിങ്ങൾക്ക് സമയലാഭം, ഞങ്ങൾക്കാണെങ്കിൽ ടെൻഷനും ഇല്ല. ഹാപ്പിയല്ലേ? ഇതിനല്ലേ നീ ഇത്രയും പേടിച്ചത്? നീ പറയുന്നതൊക്കെ ശരിയാണ് മോനെ. ഇപ്പോഴത്തെ പിള്ളേർ തിരക്ക് പിടിച്ച് പ്രേമിക്കുകയാണ്. ചിലർ പേരൻസിനെ പോലും അറിയിക്കാതെ കല്യാണവും കഴിച്ച് ജീവിക്കുകയാണ്. എല്ലാം പെട്ടെന്ന് നടക്കണമെന്നുള്ള ഒരു ആവേശമാ മോനെ. അതുകൊണ്ടാ പെട്ടെന്ന് പിരിയേണ്ടി വരുന്നത്. കോടതിയിൽ വന്ന് കാണ്, 85% ഡൈവോഴ്സ് കേസ് അപ്ലൈ ചെയ്യുന്നവര് പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. ഈ ലവ് മാരേജ് ഒന്നും നിലനിൽക്കില്ല മോനെ. അതുകൊണ്ട് അറേഞ്ച് മാരേജിനെ കുറിച്ച് സംസാരിക്കാൻ വന്നേ. ശരിയാണ്, പക്ഷേ ഈ ലവ് ടു അറേഞ്ച് മാരേജിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നറിയോ? ഏത് മാരേജിലെ പ്രശ്നമില്ലാത്ത? നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടില്ലേ? ശരിയല്ലേ അമ്മേ? ഞാനെന്ത് പറയാനാ മോനെ, കല്യാണം കഴിഞ്ഞ പുതുമയില് ഞാൻ എന്റെ അച്ഛന്റെ വീട്ടിൽ തന്നെയായിരുന്നു. എന്നെ എന്തുമാത്രം തല്ലിയിട്ടുണ്ടെന്നറിയാമോ? ഓ, ഇവൾക്ക് ഈ പഴയ കഥ പറയാനേ നേരമുള്ളൂ. മോൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്? പോസ്റ്റിങ്ങിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, 6 മാസത്തിൽ കിട്ടും. അച്ഛൻ ടാക്സി വണ്ടി ഓടിക്കേ. വീട് സ്വന്തമല്ലേ? വാടക വീടാ സാറേ. ജോലിയില്ല, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. എന്ത് വിശ്വാസത്തിലാണ് നിനക്ക് എന്റെ മോളെ കല്യാണം കഴിച്ച് ഞാൻ തരേണ്ടത്? തീർച്ചയായും ജോലി കിട്ടും എനിക്ക്. എങ്ങനെ വിശ്വസിക്കും? വിശ്വാസമല്ല ജീവിതം. ഫസ്റ്റ് ടൈം പ്രിയ കണ്ടപ്പോ എനിക്കുള്ളതാന്ന് തോന്നി. അവള് വിളിക്കുമെന്ന് വിശ്വസിച്ചു. ദേ, അതിവിടെ വരെ എത്തിച്ചു. വിശ്വാസമാണ് ജീവിതമെന്ന്. ശരി, 6 മാസം കഴിഞ്ഞ് ഒരു ജോലി നേടിയിട്ട് വാ. അതുവരെ എന്റെ മോള് നിന്നെ പ്രേമിക്കുകയും നീയും അവളെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പ തീരുമാനിക്കാം കാര്യങ്ങളൊക്കെ. ഓക്കെ? എന്താ സാറേ, 6 മാസം വരെ നീണ്ടുപോകില്ലെന്നാണോ? പ്രിയ എനിക്ക് വേണ്ടി ജനിച്ചതാ, തീർച്ചയായും എനിക്ക് കിട്ടും. എനിക്ക് വിശ്വാസമുണ്ട്. എന്നാ വരട്ടെ. ബൈ പ്രിയ, പോയിട്ട് വരാമേ.
അച്ഛാ ഞാൻ പറഞ്ഞു വിട്ടിട്ട് വരാം. ഉം. എടാ പൊട്ടാ അവിടെ നിക്ക്. എന്ത് പണിയായി കാണിച്ചേ? പ്രോബ്ലം സോൾവ് ആയില്ലേ? മനസ്സിൽ എന്ത് തോന്നിയാലോ അത് അപ്പം തന്നെ ചോദിച്ചിരിക്കണം. അത് ഒളിപ്പിച്ചു വെക്കുമ്പോഴാണ് പലതും നമുക്ക് നഷ്ടമാകുന്നത്. ഞാൻ നിന്നെ മറ്റാർക്കും കൊടുക്കില്ല. ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഈ കുസൃതി കളിയൊന്ന് മാറ്റിയിട്ട് പോസ്റ്റിംഗ് കിട്ടുന്നവരെ ഒരു ജോലിക്ക് പൊയ്ക്കൂടെ? മേഡം ആഗ്രഹിച്ചതല്ലേ. സാറ് ജോലിക്ക് പൊക്കോളാം. അതെ അമ്മവാ, ജീവ ജോലിക്ക് പോകാൻ തുടങ്ങി. എടാ രവി, ദിവസം രാവിലെ എങ്ങനെ കുളിക്കുന്നേ? എന്റെ അടിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകുന്നില്ലേ? ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ. ആ എവിടെ അടിക്കുന്നു? ആ എന്താ അമ്മാവാ? എന്താടാ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി? ആ പോവാ, ബാങ്കിലെ ജോലിയാ. നമ്മളെ കുടുംബത്തിൽ ആദ്യമായിട്ടാ ഒരാൾ ബാങ്ക് ജോലിക്ക് പോകുന്നത്. കേട്ടപ്പോ തന്നെ സന്തോഷം തോന്നിയടാ. തുടങ്ങിയോ? ആരാ അമ്മാവ പറഞ്ഞേ? വേറെ ആര് പറയാനാ, നിന്റെ അമ്മ തന്നെയാ രാവിലെ വിളിച്ചു. ഈ ടൈ കെട്ടുന്ന ഒരു കല തന്നെ. അതൊരാളെ ഞാൻ ഇറങ്ങാൻ പോവാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് രാളിയാ. ഇങ്ങതാടാ. നിങ്ങൾ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നയാൾ തൽക്കാലം അദ്ദേഹം ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ വിളിക്കുക. കോപ്പെ ഫോൺ വെക്കടാ. ജോലിക്ക് പോകാൻ ഇറങ്ങിയോ? ഉം. നിന്റെ നാളും രാശിയും പറ. നമ്മുടെ കല്യാണത്തിന് ഇപ്പൊ തന്നെ ജാതകം നോക്കണോ? അനീതിയുടെ കല്യാണം കഴിയട്ടെ പ്ലീസ്. നിന്റെ പേരിൽ അർച്ചന ചെയ്യാൻ ഞാൻ അമ്പലത്തിൽ വന്നതാ. ഓ, കർക്കിടക രാശി, ആ, കർക്കിടക രാശി, പൂയ നക്ഷത്രം. പൂയ നക്ഷത്രം. ഐ ലവ് യു. ഐ ലവ് യു. താങ്ക്സ് താങ്ക്സ് താങ്ക്സ്. ആരാ പറഞ്ഞേ? പ്രിയ പറഞ്ഞേ. അവളും തുടങ്ങിയോ? എന്താടാ ഞങ്ങള് പറഞ്ഞ കേക്കില്ലല്ലേ? ഹലോ 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 ഹലോ, സിഗ്നൽ ഇല്ലെന്നാ തോന്നുന്നു കേട്ടോ. ജീവ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക്സ് ചേച്ചി. അമ്മ പറഞ്ഞായിരുന്നു നീ ഇന്ന് ജോലിക്ക് പോകുന്നു. ശരിയാ ചേച്ചി. അപ്പൊ വൈകിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വരില്ല ചേട്ടാ? നിനക്ക് നിന്റെ പ്രശ്നമല്ലേ. വരട്ടെ ജീവ. പോയിട്ട് വാ. മോനെ, വാടാ. നന്നായി വരും മോനെ. എന്റെ മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്ത് ജോലിയാണെങ്കിലും അത് സത്യസന്ധമായി ആത്മാർത്ഥതയോടെ ശരി, ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് അച്ഛാ. ഒത്തിരി സ്പീഡിൽ വണ്ടി ഓടിക്കണ്ട. റോഡ് മൊത്തം കുണ്ടും കുഴിയാ. ഉം. കേട്ടല്ലോ? അച്ഛാ. അയ്യോ, എടുത്തു വെച്ചതാ, മറന്നുപോയി. ഇതാ. അമ്മേ. ഇനിയും വേണോടാ, വാങ്ങിയില്ലേ? പുറപ്പെടാൻ നോക്ക്. എന്നാലും ആ കൈ കൊണ്ട് തരുന്ന പോലെ വരുമോ? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. മോനെ, ഇഷ്ടം പോലുണ്ട്, മേടിക്ക്. ഇത് വെച്ചോ. 20 രൂപയോ? പൈസ അടയ്ക്കാതെ വണ്ടിയെല്ലാം ബാങ്കിൽ ഏൽപ്പിക്കണം. അമ്മേ, എന്താ ഇത്? എന്താ കാര്യം? ഒരു പ്രശ്നം. ഗാന്ധിജിയുടെ കണ്ണാടി പൊട്ടിന്ന് വിചാരിച്ചേ. കുഴപ്പമില്ല. എന്ത് സിസ്റ്റർ, ചെയ്യാനാ? വേണ്ടേ? സിസ്റ്റർ. ശരി, ഞാൻ പോവാം. എടി എടി സിസ്റ്റർ, ചേട്ടൻ ആദ്യത്തെ മാസത്തെ ശമ്പളം കൊണ്ട് വരുമ്പോ ചേട്ടാ എനിക്ക് അത് വേണം ഇത് വേണം നീ ചോദിച്ചാണ്ടല്ലോ. ആ, വീട്ടിലെ കളക്ഷൻ തുടങ്ങി. വന്നിട്ട് തരാം ഞാൻ. അങ്ങോട്ടാ. ഞാൻ പാമ്പാടിക്ക് പോടാ. കാ, 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 കാ. എന്താ ചേച്ചി രാവിലെ തന്നെ കെട്ടിയവനെ വിളിച്ചോണ്ടിരിക്കുന്നത്? ജോലിക്ക് പോകുന്നോണ്ടുള്ള അഹങ്കാരാണോ? കാ, 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 കാ.